നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാടിന് വൈകി വരുന്നു ആശ്വാസം. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് അംഗീകാരം. മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ച് സംസ്ഥാന മന്ത്രിസഭാ യോഗം. പിണറായിക്കെതിരെ ആഞ്ഞടിച്ച് BJP ദേശീയ നേതൃത്വം. സനാതന ധർമ്മവിരുദ്ധ പരാമർശം മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട്. തീവ്ര മുസ്ലിം വോട്ടിനായി ഹിന്ദുക്കളെ അപമാനിക്കുന്നു. മറ്റു മതങ്ങൾക്കെതിരെ പറയാൻ ധൈര്യമുണ്ടോ എന്നും ഷഹ്സാദ് പുനേവാല. കൊടിസുനിക്ക് കുടപിടിച്ച് CPM. പരോൾ തടവുകാരന്റെ അവകാശം. മഹാ അപരാധമെന്ന നിലപാട് പാർട്ടിക്കില്ലെന്നും MV ഗോവിന്ദൻ. പരോൾ ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് BJP. ആത്മഹത്യ ചെയ്ത സാബുവിനെ അധിക്ഷേപിച്ച MM മണിയെ ന്യായീകരിച്ച് CPM. തെറ്റുപറ്റിയില്ലെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി. KK ശിവരാമൻ CPIയുടെ കാര്യം നോക്കിയാൽ മതിയെന്നും CV വർഗീസ്. G സുധാകരന് പിന്നാലെ CPM നേതൃത്വത്തെ വിമർശിച്ച് PK ശശി. പോയ വർഷം പലർക്കും സുന്ദരകാലം, വരാനിരിക്കുന്നത് മഹാദുരന്തമെന്നും KTDC ചെയർമാൻ. ആഘോഷരാവിൽ ലഹരിക്കൊല. തൃശൂരിൽ യുവാവിനെ കുത്തിക്കൊന്ന പ്രതികൾ കഞ്ചാവിനടിമകൾ. ലിവിനെ കുത്തിക്കൊന്നത് സ്കൂൾ കുട്ടികൾ. വാർത്തകളിലേക്ക് വിശദമായി. വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് അംഗീകാരം. മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു. പുനരധിവാസം വിശദീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉച്ചകഴിഞ്ഞ് 3:30 വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, മാസങ്ങളായി ആ പട്ടികയെക്കുറിച്ച് പോലും തർക്കം വന്നു, പ്രതിഷേധം വന്നു. ഒടുവിൽ പുനരധിവാസം സാധ്യമാകുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന ഒരു തീരുമാനം വരുന്നു, അല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ടും വയനാട് ദുരന്തഭൂമിയിൽ സർക്കാർ സ്വീകരിക്കാത്ത നടപടികൾക്കെതിരെയും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട യോഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നത്. ഒപ്പം തന്നെ ഈ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തവരുമായി ഒക്കെ തന്നെ ഇന്ന് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതിനുശേഷം നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ തലത്തിൽ എത്തിയിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ, വിവരങ്ങൾ ഏത് തരത്തിലായിരിക്കും വയനാട് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ ഇന്ന് വിശദീകരിക്കും. 3:30 മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇക്കാര്യത്തിലായിരിക്കും വയനാട് പുനരധിവാസം ഏത് തരത്തിലായിരിക്കും നടക്കുക എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുക. പ്രധാനമായും വയനാട് പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകുമ്പോൾ പുനരധിവാസം ഏത് തരത്തിൽ നടപ്പിലാക്കണം, ഒപ്പം തന്നെ മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുകയാണ്. 2 ടൗൺഷിപ്പുകൾ അടക്കം സ്ഥാപിക്കണം, അല്ലെങ്കിൽ തുടങ്ങണം, അല്ലെങ്കിൽ അത് നിർമ്മിക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ രീതി. ഇതിനടക്കമുള്ള കാര്യങ്ങളിൽ ഭൂമി കണ്ടെത്തൽ, ഒരു പ്രത്യേക സമിതിയെ രൂപീകരിക്കുക, ഈ സമിതിയുടെ മേൽനോട്ട ചുമതല ആർക്കൊക്കെ എന്നതടക്കമുള്ള കാര്യങ്ങളിലും ഇന്ന് മുഖ്യമന്ത്രി വിശദീകരണം നൽകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോടതിയുടെ ഭാഗത്തു നിന്നടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വയനാട് ദുരന്തബാധിതരെ അവഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ, BJP അടക്കമുള്ളവർ പ്രതിഷേധം ശക്തമാക്കിയ സാഹചര്യങ്ങൾ, കേന്ദ്ര സഹായം അടക്കം പ്രഖ്യാപിച്ച സാഹചര്യങ്ങൾ, അതിതീവ്ര ദുരന്തം എന്ന് കേന്ദ്രം തന്നെ വിധി എഴുതുകയും അതിൽ സഹായങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നൽകുമ്പോഴും സംസ്ഥാന സർക്കാർ വയനാടിനെ അവഗണിക്കുന്നു എന്നുള്ള വിമർശനം ശക്തമായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഒടുവിൽ ഗത്യന്തരമില്ലാതെ സർക്കാർ തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കം കോടികൾ ഒഴുകിയെത്തിയിട്ടും ഈ കോടികൾ അവിടെ വെച്ചതല്ലാതെ അത് കൃത്യമായി വിനിയോഗിക്കാനോ ദുരന്തബാധിതരെ ചേർത്ത് നിർത്താനോ സർക്കാർ തയ്യാറായിരുന്നില്ല. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ അടിയന്തര യോഗം ചേർന്നതും പുനരധിവാസ
പദ്ധതിക്ക് രൂപം നൽകുകയും ആ രൂപം നൽകിയിട്ടുള്ള പുനരധിവാസ പദ്ധതി മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് ഔദ്യോഗികമായി സർക്കാർ നടപടികൾ തുടങ്ങുകയാണ്. ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളുമായും ഒപ്പം തന്നെ സ്പോൺസർഷിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളവരുമായും ഒക്കെ തന്നെ ഇന്ന് മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. 4-ാം തീയതിയും സമാനമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇവരുടെ സഹായം ഏത് തരത്തിൽ വിനിയോഗിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളിലും മുഖ്യമന്ത്രി ഇന്ന് വ്യക്തത വരുത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കർണാടക സർക്കാർ വീട് വെച്ച് നൽകാൻ വാഗ്ദാനം നൽകിയിട്ടും പക്ഷെ ആ വാഗ്ദാനങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ ആ സഹായ പ്രഖ്യാപനങ്ങൾ സ്വീകരിക്കാനോ അവരുമായി ചർച്ച നടത്താനോ ആദ്യഘട്ടങ്ങളിൽ സർക്കാർ തയ്യാറായിരുന്നില്ല. ഇന്ന് ഈ കർണാടക സർക്കാർ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട്. അവിടുത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ സഹായങ്ങൾ ഏത് തരത്തിൽ വിനിയോഗിക്കാം, എത്ര വീടുകൾ കർണാടക സർക്കാർ വെച്ച് നൽകും എന്നതടക്കമുള്ള കാര്യങ്ങളും മുഖ്യമന്ത്രി വ്യക്തത വരുത്തും. എന്തായാലും ഏറ്റവും ഒടുവിൽ ദുരന്തബാധിതരെ ചേർത്ത് നിർത്താൻ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ വിമർശനങ്ങൾ അടക്കം രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പുനരധിവാസ പദ്ധതിക്ക് അംഗീകാരം നൽകിക്കൊണ്ടുള്ള മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. ശരി, വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് അംഗീകാരമാകുന്നു. മാസ്റ്റർ പ്ലാൻ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. പുനരധിവാസം വിശദീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉച്ചകഴിഞ്ഞ് 3:30 ഉണ്ടാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട സർവേ നടപടികൾ ആരംഭിച്ചു. 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് സർവേ നടത്തുക. കൃഷി, വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത മഹസർ നടപടിക്കും തുടക്കമായി. ഇന്ന് രാവിലെ മുതലാണ് സർവേ നടപടികൾ ആരംഭിച്ചത്. 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് സർവേ. പുനരധിവാസത്തിനായി ഹാരിസൺ, എൽസൺ എന്നീ എസ്റ്റേറ്റുകൾ കണ്ടെത്തിയിരുന്നെങ്കിലും തുടർ നടപടികൾ മന്ദഗതിയിലായി. കോടതി ഇടപെടലിനെ തുടർന്നാണ് നടപടികൾ വീണ്ടും വേഗത്തിലായത്. പുനരധിവാസത്തിനായി സർക്കാർ പുറത്തുവിട്ട കരട് രേഖയിൽ വ്യാപക പിഴവുകൾ കണ്ടെത്തിയിരുന്നു. അർഹതപ്പെട്ട പലരുടെയും പേരുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അനർഹരായവർ ലിസ്റ്റിൽ കയറിപ്പറ്റുകയും ചെയ്തു. മാത്രമല്ല, ഒരാൾ പോലും അവശേഷിക്കാത്ത കുടുംബങ്ങളിൽ ഉള്ളവർ വരെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. തുടർന്ന് വ്യാപക പ്രതിഷേധങ്ങളുമായി ദുരന്തബാധിതർ രംഗത്തെത്തുകയും ചെയ്തു. സർവേ നടത്തുന്ന സംഘം 5 ദിവസം കൊണ്ട് സർവേ പൂർത്തീകരിക്കും. അതേസമയം കൃഷി, വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത മഹസർ നടപടിക്കും തുടക്കമായി. ജനം, വയനാട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സനാതന ധർമ്മ വിരുദ്ധ പരാമർശത്തിനെതിരെ BJP ദേശീയ നേതൃത്വം. മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഇത്തരം പരാമർശമെന്ന് BJP ദേശീയ വക്താവ് ഷഹസാദ് പുനേവാല. തീവ്ര മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് CPM കോൺഗ്രസ് മത്സരം നടക്കുന്നുവെന്നും BJP ആരോപിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനി പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയത് ഇയാൾ പ്രതിയായ ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ്. 1 മാസത്തെ പരോൾ കാലയളവിനിടെ കേസിലെ സാക്ഷികളെ കൊടിസുനി സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ സാധ്യതയുണ്ടെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. RSS പ്രവർത്തകരായ 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 2ാം പ്രതിയാണ് കൊടിസുനി. കൊടിസുനിയുടെ പരോളിനെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത്. പരോൾ തടവുകാരൻ്റെ അവകാശമെന്നും ആർക്കെങ്കിലും പരോൾ നൽകുന്നതിൽ CPM ഇടപെടാറില്ലെന്നുമാണ് ന്യായീകരണം. പരോൾ നൽകിയത് അപരാധമെന്നും അപരാധമല്ലെന്നും താൻ പറയുന്നില്ലെന്ന് MV ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. പല ആൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ, പരോളും കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഒരാൾക്ക് പ്രത്യേക പരോൾ വേണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരോൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും CPIM നടത്തുന്ന കാര്യമല്ല. ഞങ്ങൾക്കത് ബാധകമല്ല. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിനെതിരായ കേസിൽ അറസ്റ്റ് നടപടികൾ ഉടൻ ഉണ്ടാകില്ല. വഞ്ചന കേസിൽ കൂടുതൽ തെളിവുകളും രേഖകളും ആവശ്യമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. DC ബുക്സ് മുൻ പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവി ശ്രീകുമാറിനെ 1ാം പ്രതിയാക്കി കോട്ടയം ഈസ്റ്റ് പോലീസാണ് കേസെടുത്തത്. സമസ്ത നേരിട്ട് നടത്തുന്ന സ്ഥാപനമായ ജാമിയ നൂരിയ സമ്മേളനത്തിലും ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല MLA. ജനുവരി 4-ന് നടക്കുന്ന സെഷന്റെ ഉദ്ഘാടകനായാണ് ചെന്നിത്തല എത്തുക. VD സതീശനെ അവഗണിച്ചാണ് ചെന്നിത്തലയ്ക്ക് ഇടമൊരുക്കിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായ സ്ഥാപനമാണ് മലപ്പുറം പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ്. ഇവിടെ നടക്കുന്ന വാർഷിക സമ്മേളനത്തിലാണ് രമേശ് ചെന്നിത്തല MLAക്ക് ക്ഷണം.
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ തഴഞ്ഞ് ചെന്നിത്തലയ്ക്ക് ഇടം നൽകിയതിലൂടെ കൃത്യമായ സൂചനയാണ് മുസ്ലിം ലീഗ് നൽകുന്നത്. കഴിഞ്ഞ ജാമിയ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം SNDP യോഗവും NSS നേതൃത്വവും രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ച രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനും വി.ഡി. സതീശന്റെ ഏകാധിപത്യത്തിലും സ്വജനപക്ഷപാതത്തിലും കടുത്ത അതൃപ്തിയുണ്ട്. അതിനാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ അണിയറയിൽ ശ്രമം നടക്കുന്നുവെന്നാണ് സൂചന. UDF-ലെ പ്രധാന ഘടകകക്ഷി കൂടിയായ മുസ്ലിം ലീഗിന്റെ പിന്തുണ കൂടി രമേശ് ചെന്നിത്തലയ്ക്കുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ സാധ്യതയുണ്ടാകും. ചെന്നിത്തല ജാമ്യയിൽ എത്തുന്നത് ലീഗ് നേതൃത്വത്തിന്റെ താൽപര്യത്തോടെയാണ്. കോൺഗ്രസിൽ നേതൃമാറ്റ ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിലാണ് ചെന്നിത്തലയുടെ വർദ്ധിച്ചു വരുന്ന പിന്തുണ. 8 വർഷത്തെ അകൽച്ചയ്ക്ക് ശേഷം SNDP യോഗം അവരുടെ വേദിയിലേക്ക് ചെന്നിത്തലയെ ക്ഷണിച്ചിരുന്നു. ഇത്തവണ പെരുന്നയിൽ NSS നടത്തുന്ന മന്ദൻ ജയന്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടകനും രമേശ് ചെന്നിത്തല തന്നെ. ജനം, മലപ്പുറം. കുട്ടനാട് സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. തോമസ് കെ തോമസിന് സീറ്റ് കൊടുത്തത് LDF-ന്റെ തെറ്റായ തീരുമാനമായിരുന്നു. തോമസ് ചാണ്ടി കരുത്തനായ നേതാവും ജനകീയനുമായിരുന്നു. രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത തോമസ് കെ തോമസ് കുട്ടനാട് സീറ്റ് കുടുംബസ്വത്തായി കരുതുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. AK ശശീന്ദ്രൻ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവാണെന്നും ശശീന്ദ്രനെ നീക്കാനുള്ള PC ചാക്കയുടെ നീക്കത്തിന് പിന്നിൽ സമുദായ താൽപ്പര്യമാണെന്നും യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തിൽ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു. കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു തോമസിനെ അധിക്ഷേപിച്ച MM മണി MLA-യെയും ആരോപണ വിധേയനായ CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജിയെയും ന്യായീകരിച്ച് ജില്ലാ സെക്രട്ടറി വർഗീസ്. MM മണിയുടെ അഭിപ്രായത്തെ ഒറ്റതിരിഞ്ഞു കണ്ടെന്നും സജിയുടെ വിശദീകരണത്തിൽ പാർട്ടി തൃപ്തരല്ലെന്നും CV വർഗീസ് പറഞ്ഞു. MM മണിയെ വിമർശിച്ച CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമനും വർഗീസ് മറുപടി നൽകി. CPM നേതൃത്വത്തെ വിമർശിച്ച് KTDC ചെയർമാൻ PK ശശിയുടെ പുതുവത്സരാശംസകൾ. ഫേസ്ബുക്കിലാണ് ആശംസകൾ. പലർക്കും 2024 സുന്ദരകാലമായിരുന്നു. അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. പ്രതിഭ MLA-യെ BJP-യിലേക്ക് ക്ഷണിച്ച് അഡ്വക്കേറ്റ് ബിബിൻ C ബാബു. മകനെതിരായ കഞ്ചാവ് കേസിൽ പ്രതിഭ MLA-യെ പിന്തുണച്ച് ബിബിൻ C ബാബുവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്. വിശ്വസിക്കുന്ന പ്രസ്ഥാനം MLA-ക്ക് പിന്തുണ നൽകിയില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. 3 ദിവസം താനൂരിലാണ് സമ്മേളനം. സ്വതന്ത്രന്മാർ പാർട്ടിക്ക് തലവേദനയാകുന്നത് സമ്മേളനത്തിൽ ചർച്ചയാകും. ഒരു ടേം കൂടി ബാക്കിയുണ്ടെങ്കിലും ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെ മാറ്റാനുള്ള നീക്കമായിരിക്കും സമ്മേളനം കൈക്കൊള്ളുക. താനൂരിൽ തുടക്കമാകുന്ന CPM ജില്ലാ സമ്മേളനത്തിൽ സ്വതന്ത്രന്മാരെ പരീക്ഷിക്കുന്നത് പ്രധാന ചർച്ചാ വിഷയമാകും. പാർട്ടി സംവിധാനം ഉപയോഗപ്പെടുത്തി വിജയിച്ച PV അൻവർ ഒടുവിൽ പാർട്ടിയെ തിരിഞ്ഞുകുത്തിയതാണ് സ്വതന്ത്രന്മാരുടെ കാര്യത്തിൽ പുനരാലോചന നീക്കത്തിന് പിന്നിൽ. എന്നാൽ സ്വതന്ത്രന്മാരെ ഇനിയും പരീക്ഷിക്കുമെന്ന് പാർട്ടി നേതൃത്വം പറയുമ്പോഴും കൂടുതൽ ശ്രദ്ധയോടെ വേണം തിരഞ്ഞെടുക്കാനെന്നാണ് പ്രവർത്തകരുടെ അഭിപ്രായം. നമ്മുടെ പാർട്ടി അവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരെ സ്വതന്ത്രന്മാരെ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ചിട്ടുണ്ട്. അതിന് നല്ല റിസൾട്ടും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രന്മാരുടെ പരീക്ഷണം ഒരു പരാജയമല്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായി. പക്ഷെ മൊത്തത്തിൽ ആ പരീക്ഷണം വിജയകരമായി. ഒരൊറ്റ കണക്ക് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാറ്. പുതിയ ജില്ലാ സെക്രട്ടറിയെയും ഈ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കാനാണ് സാധ്യത. കഴിഞ്ഞ 2 തവണ ജില്ലാ സെക്രട്ടറിയായ EN മോഹൻദാസിന് ഒരു തവണ കൂടി അവസരം ഉണ്ടെങ്കിലും അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനാൽ മോഹൻദാസിന് പകരം ആരെന്നും സമ്മേളനം ചർച്ച ചെയ്യും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ VP അനിൽ, E ജയൻ, ഷൗക്കത്ത് അലി തുടങ്ങിയവരുടെ പേരുകളാണ് പരിഗണനയിൽ. 18 ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് 332 തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും 38 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കാളികളാകും. ജനം, മലപ്പുറം. കൊലപാതക കേസിലെ പ്രതികളുമായി നേതാക്കൾക്കുള്ള ബന്ധം ഒരിടവേളയ്ക്ക് ശേഷം CPM നേതൃത്വത്തിന് തലവേദനയാകുന്നു. കൊടിസുനിക്കായി P ജയരാജൻ പരസ്യമായി രംഗത്തു വന്നതും കൊലപാതക കേസിലെ പ്രതിയുടെ ഗൃഹപ്രവേശ ചടങ്ങിന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനും മറ്റു നേതാക്കളും എത്തിയതും പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. കൊലപാതക കേസിലെ പ്രതികളെ CPM പരസ്യമായി തള്ളുന്നതും രഹസ്യമായി സഹായിക്കുന്നതും പുതിയ കാഴ്ചയല്ല.
നേരത്തെ CPMകാർ പ്രതികളായ പല കൊലപാതക കേസുകളിലും പ്രതികളെ പരസ്യമായി തള്ളിപ്പറഞ്ഞ ശേഷം അവരുടെ കല്യാണമടക്കം പാർട്ടി മുന്നിട്ട് നടത്തിക്കൊടുത്തതും കേരളം കണ്ടതാണ്. ഒരിടവേളയ്ക്ക് ശേഷം ക്രിമിനലുകളുമായി പാർട്ടിക്കുള്ള ബന്ധം വീണ്ടും ചർച്ചയാവുകയാണ്. കൊടിസുനിക്കായി P. ജയരാജൻ പരസ്യമായി രംഗത്തു വന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഇത്രയും നാളും പാർട്ടിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ TP വധക്കേസിലെ പ്രതിക്ക് വേണ്ടിയാണ് CPM സംസ്ഥാന സമിതി അംഗം തന്നെ പരസ്യമായി രംഗത്തെത്തിയത്. തൊട്ടുപിന്നാലെ വധക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശന ചടങ്ങിന് നേതാക്കൾ ഒന്നടങ്കം എത്തിയതും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. BJP പ്രവർത്തകനായ വടക്കുംപാട് നിഖിൽ വധക്കേസ് പ്രതി ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശനത്തിലാണ് MV ജയരാജൻ, P. ജയരാജൻ, മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ എന്നിവർ പങ്കെടുത്തത്. കൊലപാതകികളെ ആദ്യം തള്ളുകയും പിന്നീട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നതാണ് CPM ശൈലി എന്നാണ് ഇതിലൂടെ തെളിയുന്നത് എന്നാണ് ഉയരുന്ന വിമർശനം. ജനം, കണ്ണൂർ. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്മാറി എന്നത് അടവു നയമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസംഗം ചർച്ചയാകുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളാണെന്ന നിലപാടിൽ മാറ്റമുണ്ടോ എന്നും ഈമാൻ കാര്യങ്ങൾ 5 എന്ന് പറഞ്ഞത് പിൻവലിക്കാൻ തയ്യാറുണ്ടോ എന്നുമാണ് കാന്തപുരം ചോദിക്കുന്നത്. മൗദൂദിയുടെ ആശയത്തെ അല്ല പിന്തുടരുന്നത് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിൻവാങ്ങുമോ എന്നുമാണ് സുന്നി സംഘടനകളുടെ ചോദ്യം. മതപരവും രാഷ്ട്രീയവുമായ കാര്യങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയോട് യോജിക്കാനാകില്ല എന്നാണ് സമസ്ത AP വിഭാഗം നേതാവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. 2019 ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഭരണഘടന തിരുത്തിയെന്നും മതരാഷ്ട്രവാദത്തിൽ നിന്നും പിന്മാറിയെന്നും അവകാശപ്പെടുന്നു. എന്നാൽ അതിനുശേഷവും ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങളിൽ ഇസ്ലാം മതരാഷ്ട്രവാദം ഉയർത്തിയിട്ടുണ്ട്. ഇസ്ലാമിന് മൗലിക പ്രധാനമാണ് ഇസ്ലാമിക രാഷ്ട്രമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ഷൂറ അംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട്. ആരാണ് നമസ്കാരത്തിന് ഇമാമത്ത് കണ്ട്? ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഖലീഫയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ഇതിന്റെ ചുവട് പിടിച്ചാണ് AP വിഭാഗം സമസ്ത ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം പാരമ്പര്യം സുന്നികളുടേതാണെന്നും അതിൽ ഭിന്നതയും ഛിദ്രതയും ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ് മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയുമെന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. അന്യമതസ്ഥർക്ക് വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന വാദമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക്. ഈമാൻ കാര്യങ്ങൾ 5 എന്ന് പറയുന്ന രീതി മാറ്റാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറുണ്ടോ? മൗദൂദിയൻ ആശയങ്ങളിൽ നിന്ന് പിന്മാറിയെന്ന് പറയുമ്പോഴും മൗദൂദിയുടെ പുസ്തകങ്ങളുടെ പ്രചാരണത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിൻവാങ്ങാത്തത് എന്തെന്നും കാന്തപുരം ചോദിക്കുന്നു. ഇസ്ലാം വിശ്വാസ കാര്യത്തിലും വിമർശനങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്ത് അന്യമതക്കാർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നവരാണ്, അതുകൊണ്ട് അവർ മുസ്ലിംകളല്ല എന്ന് പറഞ്ഞു. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ബുക്ക് ഉണ്ടല്ലോ, അവരുടെ ബുക്ക് സ്റ്റാളിൽ വെക്കുന്നത് പുതിയ ഇസ്ലാം മതം, പഴയ ഇസ്ലാം മതം എന്ന് വന്നിട്ട് 2 ഇസ്ലാം മതം എന്ന പേരിലുള്ള ബുക്ക് വെക്കുന്നുണ്ട്. ഒന്നിൽ ഈമാൻ കാര്യം 5, മറ്റൊന്നിൽ ഈമാൻ കാര്യം 6. ഇത് പിൻവലിക്കാൻ ഇപ്പോഴത്തെ ജമാഅത്ത് ഇസ്ലാമിക്ക് തയ്യാറുണ്ടോ? അങ്ങനെ എല്ലാ പിഴച്ച വാദങ്ങളും ഒന്ന് പിൻവലിച്ചിട്ട് നിങ്ങൾ മൗദൂദിയെ ഒഴിവാക്കിയാൽ ഞങ്ങൾക്ക് വിരോധമില്ല, അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടി. ജമാഅത്തെ ഇസ്ലാമിയുടേത് പിഴച്ച വാദങ്ങളെന്ന് പറയുമ്പോഴും മതപരമായ വിയോജിപ്പും കാന്തപുരം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ജനം, കോഴിക്കോട്. കേരളത്തിന്റെ നിയുക്ത ഗവർണറായി രാജേന്ദ്ര അർലേക്കർ ഇന്ന് തലസ്ഥാനത്തെത്തും. പുതുവർഷത്തിൽ അനന്തപുരിയിൽ എത്തുന്ന രാജേന്ദ്ര അർലേക്കർ നാളെ ചുമതലയേൽക്കും. കേരളത്തിലെ 23ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര അർലേക്കർ. സംസ്ഥാനത്തിന്റെ 23ാമത് ഗവർണറായി നിയമിതനായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് തലസ്ഥാനത്ത് എത്തും. വൈകിട്ട് 5-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. നാളെ രാവിലെ 10:30-ന് രാജ്ഭവൻ ഓഡിറ്റോറിയത്തിലാകും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിധിൻ മധുക്കർ ജംദാറിന് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്താണ് ഗവർണർ അധികാരമേൽക്കുന്നത്. നിയുക്ത ഗവർണറെ സ്വീകരിക്കാൻ രാജ്ഭവനും ഒരുങ്ങിക്കഴിഞ്ഞു. നിർണായക ബില്ലുകളിലും സർക്കാരിന്റെ രീതികളോടും നിയുക്ത ഗവർണർ രാജേന്ദ്ര അർലേക്കർ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ്. ജനം, തിരുവനന്തപുരം.
പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 10 പേരെ വെറുതെ വിട്ടതിനെതിരെയുള്ള അപ്പീലിൽ CBI നിയമവിദഗ്ധരുമായി ചർച്ചകൾ തുടങ്ങി. 24 പ്രതികളിൽ 10 പേരെയായിരുന്നു വിചാരണ കോടതിയായ CBI കോടതി വെറുതെ വിട്ടത്. വെള്ളിയാഴ്ച ശിക്ഷാവിധി പ്രഖ്യാപിച്ച ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. വിധിയുടെ വിശദാംശങ്ങൾ നിയമമന്ത്രാലയത്തെ അറിയിക്കും. എ മുരളി, പ്രദീപ്, ബി മണികണ്ഠൻ, എൻ ബാലകൃഷ്ണൻ, ശാസ്ത മധു എന്ന എ മധു, എ റെജി വർഗീസ്, എ ഹരിപ്രസാദ്, രാജു എന്ന പി രാജേഷ്, ഗോപൻ വെളുത്തോളി, സന്ദീപ് വെളുത്തോളി എന്നിവരെയായിരുന്നു CBI കോടതി വെറുതെ വിട്ടത്. ഗൂഢാലോചനയും പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതിയെ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങൾ ചെയ്തവരാണ് പ്രതികളെന്നും ഇവരുടെ കുറ്റം തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ കണ്ടെത്തിയിരുന്നുവെന്നുമാണ് CBIയുടെ വാദം. കൊലപാതക കുറ്റമുള്ള 10 പ്രതികളടക്കം 14 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി ഇവർക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. ഇതിനുശേഷമാണ് അപ്പീൽ നൽകുക. CPM മുൻ MLA KV കുഞ്ഞിരാമനെതിരെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതിയെ കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. 10 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം, ക്രിമിനൽ ഗൂഢാലോചന, കലാപം സൃഷ്ടിക്കൽ അടക്കമുള്ള കേസുകളുമുണ്ട്. ശിക്ഷാവിധിക്ക് ശേഷം വൈകാതെ അപ്പീൽ നൽകും. അന്വേഷണ സംഘം നിയമവിദഗ്ധരുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. 2019 ഫെബ്രുവരി 17-നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത് ലാലിനെയും കൃപേഷിനെയും കാസർഗോഡ് പെരിയയിൽ വെച്ച് CPM ക്രിമിനൽ സംഘം കൊലപ്പെടുത്തിയത്. 24 പ്രതികളിൽ 14 പേരും ശിക്ഷിക്കപ്പെട്ടത് CPM-നും പ്രതിഭാഗത്തിനും തിരിച്ചടിയായിരുന്നു. ജനം, കൊച്ചി. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയിൽ സാമ്പത്തിക തട്ടിപ്പിനും കേസെടുത്ത് പോലീസ്. മൃദംഗ വിഷൻ മുഖ്യ ചുമതലക്കാരൻ M. നിഗോഷ് കുമാർ, CEO ഷമീർ അബ്ദുൾ റഹീം, ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ, നിഗോഷിന്റെ ഭാര്യ എന്നിവരാണ് പ്രതികൾ. കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തെന്നാണ് വിവരം. അതിനിടെ ഉമാ തോമസിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മൃദംഗനാഥം നൃത്തപരിപാടിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായാണ് വിവരം. നൃത്തപരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും നൃത്തവിദ്യാലയങ്ങൾ വഴി 2000 രൂപ മുതൽ 5000 രൂപ വരെ പിരിച്ചെടുത്തു. തന്റെ പക്കൽ നിന്നും 3600 രൂപ ഗിന്നസ് റെക്കോർഡ് സാക്ഷ്യപത്രം വാഗ്ദാനം ചെയ്തു വാങ്ങി വഞ്ചിച്ചതായി ചൂണ്ടിക്കാട്ടി ബിജി ഹിലാൽ എന്ന രക്ഷിതാവ് നൽകിയ പരാതിയിന്മേൽ പാലാരിവട്ടം പോലീസാണ് സാമ്പത്തിക തട്ടിപ്പ് കേസ് കൂടി രജിസ്റ്റർ ചെയ്തത്. BNS 316(2), 318 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. മൃദംഗ വിഷൻ മുഖ്യ ചുമതലക്കാരൻ M. നിഗോഷ് കുമാർ, CEO ഷമീർ അബ്ദുൾ റഹീം, ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ, നിഗോഷിന്റെ ഭാര്യ എന്നിവരാണ് പ്രതികൾ. ഇതോടെ 2 കേസുകളാണ് ഈ നൃത്തപരിപാടിയുടെ സംഘാടകർക്കെതിരെ എടുത്തിട്ടുള്ളത്. അതിനിടെ ഉമാ തോമസിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഉമാ തോമസ് സ്വയം ശ്വാസം വലിച്ചു തുടങ്ങി. വെന്റിലേറ്ററിൽ തുടരുമെന്നും ഉമാ തോമസ് പതിഞ്ഞ സ്വരത്തിൽ പുതുവത്സരാശംസകൾ നേർന്നതായും കൈകാലുകൾ ചലിപ്പിച്ചുവെന്നും മെഡിക്കൽ സംഘം വ്യക്തമാക്കി. ഇന്നലത്തേക്കാളും ഓവറോൾ നേരിയ പുരോഗതിയുണ്ട്. ബ്രെയിനിൻ്റെ കാര്യത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു പുരോഗതി ഉണ്ട്. ആൻഡ് നമുക്ക് ചെസ്റ്റിൻ്റെ കാര്യത്തിലായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത്, ലങ്സിനകത്ത്. അതും ഇന്നലത്തെ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സ്റേസ് കുറേയും കൂടി ക്ലിയർ ആയിട്ടുണ്ട്. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയുടെ താൽക്കാലിക സ്റ്റേജിൽ നിന്നും വീണാണ് ഉമാ തോമസ് MLAക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ജനം, കൊച്ചി. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് MLAക്കുണ്ടായ അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പോലീസിനാണെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആക്ഷേപം ശക്തമാകുന്നു. തീർത്തും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സ്റ്റേഡിയത്തിൽ പരിപാടി അരങ്ങേറിയത്. വിവിധ ഘട്ടങ്ങൾ പരിശോധിച്ച് അനുമതി നൽകേണ്ടിയിരുന്ന പോലീസ് നിരുത്തരവാദപരമായാണ് പെരുമാറിയതെന്ന് ഇവന്റ് മാനേജ്മെന്റ് രംഗത്ത് ദീർഘകാല പരിചയമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് MLAക്കുണ്ടായ അപകടത്തിൽ നിന്ന് പോലീസിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് ഇവന്റ് മാനേജ്മെന്റ് രംഗത്തെ വിദഗ്ധർ. വിവിധ വകുപ്പുകൾ സമർപ്പിക്കുന്ന നിരാക്ഷേപ പത്രത്തിന്മേൽ അന്തിമ അനുമതി നൽകേണ്ടത് പോലീസാണെന്നിരിക്കെ ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത് എന്ന ആരോപണം ഉയരുന്നു. പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ആദ്യം നമ്മളവിടെ പോലീസിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പോലീസ് ഇങ്ങോട്ട് തരും. ഇത്രയും അതോറിറ്റീസിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ പെർമിഷൻസ് വാങ്ങിയിട്ട് വരണം, ലൈസൻസ് വാങ്ങിയിട്ട് വരണമെന്ന് പറയും. അത്രയും ലൈസൻസ് നമ്മൾ മേടിച്ചു കൊടുക്കേണ്ടി വരും. അതിനകത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പിന്നെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഹെൽത്തിൽ തന്നെ ഡോക്ടേഴ്സ് വരുന്നുണ്ടാവും, ഹെൽത്തിൽ തന്നെ നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, ഡോക്ടർമാർ വരുന്നുണ്ട്, PWD എഞ്ചിനീയർമാരുണ്ടാവും. PWD എഞ്ചിനീയേഴ്സ് വന്ന് സ്ട്രെങ്ത് പരിശോധിക്കും.
25 പേര് സ്റ്റേജിൽ കയറുമെന്ന് പറഞ്ഞാൽ അവർ 30 പേരോ 40 പേരൊക്കെ സ്റ്റേജിൽ കയറ്റി നിർത്തി അത്രയും ലോഡ് ബെയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. അല്ലെങ്കിൽ അവരതിൻ്റെ താഴെയൊക്കെ പോയിട്ട് ആ ഇട്ടിരിക്കുന്ന പ്രൊഫൈൽസൊക്കെ അത് തന്നെ മതിയോ എന്ന് പരിശോധിച്ച് എഞ്ചിനീയർമാരാണ് അത് സർട്ടിഫൈ ചെയ്യുക. ആ സർട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ PWD നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. അത് നമ്മൾ പോലീസിൽ ഹാജരാക്കേണ്ടി വരും. ഇങ്ങനെയുള്ള എത്രയോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ കിട്ടിയിട്ട് വേണം അതെല്ലാം കൂടി കിട്ടി പോലീസ് നോക്കും. ഇതിനെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ പോലീസ് പെർമിഷൻ തരിക. അപകടം സംഭവിച്ച വേദിയിലെ സുരക്ഷാ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ സംയുക്ത പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. സുരക്ഷയ്ക്ക് പുറമെ വേദിക്ക് സമീപം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വൈദ്യസഹായം ഉണ്ടായിരുന്നില്ല. താൽക്കാലികമായി നിർമ്മിച്ച വേദിക്ക് ആവശ്യമായ ബലമുണ്ടായിരുന്നില്ലെന്നും സംഘാടകർക്ക് സംഭവിച്ചത് ഗുരുതരമായ പിഴവ് ആണെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. ഇതിനു പുറമെ ഫയർ ആൻഡ് സേഫ്റ്റി അടക്കമുള്ള വകുപ്പുകളിൽ നിന്ന് NOC ലഭിച്ചിരുന്നില്ലെന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു. റോട്ടിൽ കൂടി നടക്കുന്ന ഒരു പരിപാടിക്ക് അറ്റൻഡ് ചെയ്യുന്നത് എല്ലാം പോലീസിനെ വിശ്വസിച്ചിട്ടാണ്, ഇവിടുത്തെ ഗവൺമെന്റിനെ വിശ്വസിച്ചിട്ടാണ്. അവർക്കാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ്, അവരാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അവരെ വിശ്വസിച്ചിട്ടാണ് നമ്മളിത് ഈ വന്ന് നിൽക്കുന്നതും ഒക്കെ എല്ലാം അവർ വിശ്വസിച്ചിട്ടാണ്. അപ്പോൾ പോലീസ് ഒരു കാര്യം അവിടെ നടത്തണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും നോക്കിയിട്ട് തന്നെ പോലീസ് പെർമിഷൻ കൊടുക്കും. അവരെ യാതൊരു കുറ്റവും പറയേണ്ട കാര്യമില്ല. അതിന് ഉത്തരവാദിത്വം അവർക്കാണ്. ഇനിയും മെട്രോ സിറ്റിയിൽ ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവാതിരിക്കാൻ പോലീസും ഗവൺമെൻറ്റും ഉണർന്ന് പ്രവർത്തിക്കണം. ഇതിനൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ ഉണ്ടാകണം. ഇത്ര ആൾക്കാരെ ഇടപെടുത്തണം, അവരുടെ പെർമിഷൻ വേണം. അവരൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ ഇത്തരം ഒരു പ്രോഗ്രാമിന് പെർമിഷൻ കൊടുക്കാൻ പാടുള്ളൂ. 2023 നവംബറിൽ കുസാറ്റിൽ സംഗീത പരിപാടിക്കിടെ സമാന രീതിയിലുള്ള അപകടം സംഭവിച്ചിരുന്നു. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്തതാണ് അവിടെയും വിനയായത്. ജനം, കൊച്ചി. കൊച്ചിയിൽ പുതുവത്സര രാവിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. വൈപ്പിന് സമീപം ഇന്നലെ രാത്രി 11:45 അപകടം. കൊച്ചിയിലെ സെന്റ് ആൽബർട്ട്സ് കോളേജ് വിദ്യാർത്ഥികളായ പാലക്കാട് സ്വദേശി ആരോമൽ, നെയ്യാറ്റിൻകര സ്വദേശി നരേന്ദ്രനാഥ് എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ച ബൈക്ക് ഓട്ടോയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പുതുവർഷാഘോഷത്തിൽ പങ്കെടുക്കാനായി പോകുന്നതിനിടെയായിരുന്നു അപകടം. സംഭവത്തിൽ ഓട്ടോ ഡ്രൈവറെ മുളവുകാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകട കാരണം പോലീസ് പരിശോധിച്ചു വരികയാണ്. വിദ്യാർത്ഥികളുടെ മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കണ്ണൂർ ആറളത്ത് ഇരുചക്ര വാഹനത്തിൽ കാട്ടുപന്നി ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കീഴ്പള്ളി സ്വദേശികളായ തെക്കേടത്ത് ജിനു അലക്സ്, പിതാവ് അലക്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ആറളത്ത് റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നതിനിടെയാണ് ഇവരുടെ വാഹനത്തിൽ കാട്ടുപന്നി ഇടിച്ചത്. റോഡിൽ തെറിച്ചു വീണ ഇരുവർക്കും സാരമായി പരിക്കേറ്റു. ഇരുവരെയും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ ഇരിട്ടി കീഴ്പള്ളിയിൽ വിമുക്ത ഭടനെ വീട്ടിനുള്ളിൽ പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. കീഴ്പള്ളി അത്തിക്കലിലെ ജോണി അലക്സിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ മകൻ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് റൂമിനുള്ളിൽ ജോണിയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് എലത്തൂരിൽ നിന്ന് കാണാതായ സൈനികൻ വിഷ്ണുവിനെ കണ്ടെത്തി. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് മാറി നിന്നതെന്ന് സൈനികൻ പറഞ്ഞു. ബംഗളൂരുവിലും മുംബൈയിലുമായാണ് താമസിച്ചതെന്നും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ലെന്നും വിഷ്ണു മാധ്യമങ്ങളോട് പറഞ്ഞു. മാറിക്കാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ബാംഗ്ലൂരും മുംബൈയിലായിട്ടായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു. ഇല്ല അറിഞ്ഞില്ല. സാറുമാരെ കൂടെ ഇപ്പോൾ വണ്ടിയിൽ വരുമ്പോൾ സാറുമാർ പറഞ്ഞപ്പോഴാണ് ഇത്ര വലിയ ഫോണ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ അപ്പോഴത്തെ ഒരു ഇതിന് പറ്റി ഇപ്പോൾ ഹാപ്പിയാണ് ഞാൻ. കാരണം സാറുമാരും ഒരുപാട് പേര് ബുദ്ധിമുട്ടി, അതിലൊരു വിഷമമുണ്ട്. നല്ല രാത്രി സംസാരിച്ചിട്ടുണ്ടായിരുന്നു സാറുമാരെ കണ്ടാൽ. തൃശൂർ നഗരത്തിൽ യുവാവിനെ കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതികൾ ലഹരിക്കടിമകൾ. കൊലപാതകം നടക്കുന്നതിന് തൊട്ടു മുൻപ് പ്രതികൾ കഞ്ചാവ് വലിക്കുകയായിരുന്നു. അരമണിക്കൂറോളം പരസ്പരം വാക്കുതർക്കത്തിന് ശേഷമാണ് 14-കാരൻ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. തൃശൂർ സ്വദേശി ലിവിനാണ് കൊല്ലപ്പെട്ടത്. ഇടുക്കി മാങ്കുളത്ത് പഞ്ചായത്ത് മെമ്പർക്ക് കുത്തേറ്റു. 8ാം വാർഡ് മെമ്പർ ബിൻ ജോസഫിനാണ് കുത്തേറ്റത്. ഇന്നലെ രാത്രി മാങ്കുളം ടൗണിൽ വെച്ചായിരുന്നു ആക്രമണം. മാങ്കുളം സ്വദേശി ബിനോയിയാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ വാക്ക് തർക്കത്തിലാവുകയും സമീപത്തിലെ കടയിലിരുന്ന കത്തിയെടുത്ത് കുത്തുകയുമായിരുന്നു. ആക്രമണത്തിന് ശേഷം ബിനോയി ഒളിവിൽ പോയി. ബിബിൻ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ മൂന്നാർ പോലീസ് കേസെടുത്തു.
അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി കുട്ടിക്കാനത്ത് കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഈരാറ്റുപേട്ട സ്വദേശി ഫൈസലാണ് മരിച്ചത്. പുതുവത്സരാഘോഷത്തിനായാണ് ഇയാൾ കുട്ടിക്കാനത്ത് എത്തിയത്. വാഹനത്തിൽ ഇരിക്കുന്നതിനിടെ കൈ തട്ടി വാഹനം കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് പരിശോധന നടത്തിയെങ്കിലും പുലർച്ചെയോടെയാണ് ഫൈസലിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് യൂൺ സുക് യൂളിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് ദക്ഷിണ കൊറിയൻ കോടതി. പട്ടാള ഭരണം പ്രഖ്യാപിക്കാൻ നടത്തിയ നീക്കം അധികാര ദുർവിനിയോഗമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം സംബന്ധിച്ച് തീരുമാനം അന്വേഷിക്കുന്ന സംയുക്ത സംവിധാനത്തിന്റെ ആസ്ഥാനത്ത് നിന്ന് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇംപീച്ച്മെന്റ് നടപടിക്ക് പിന്നാലെയാണ് യൂൺ സുക് യൂളിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. യൂളിന്റെ ഓഫീസും വീടും റെയ്ഡ് ചെയ്തതിനു ശേഷമാണ് നടപടികൾ തുടങ്ങിവെക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലെ അധികാര ദുർവിനിയോഗത്തിനെതിരായ നടപടികളുടെ ഭാഗമായാണ് അറസ്റ്റിനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്. യൂൺ സൂക് യൂളിനെ അറസ്റ്റ് ചെയ്യാൻ നിയമ നടപടികൾക്ക് നേതൃത്വം നൽകുന്ന സംയുക്ത സംവിധാനം അനുമതിയും നൽകി. ജീവപര്യന്തം തടവും വധശിക്ഷയും വരെ വിധിക്കാവുന്ന വകുപ്പുകളാണ് മുൻ പ്രസിഡന്റിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഡിസംബർ ആദ്യവാരത്തിൽ യൂൺ പട്ടാള ഭരണം പ്രഖ്യാപിക്കുകയായിരുന്നു. പാർലമെന്റ് യോഗം ചേർന്ന് പ്രഖ്യാപനം ഉടൻ തന്നെ റദ്ദാക്കി. തുടർന്ന് യൂൺ സുക് യൂളിനെതിരെ ഇംപീച്ച്മെന്റ് നടപടി ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തു. യൂൺ രാജ്യം വിടുന്നതും വിലക്കിയിരുന്നു. മുൻ പ്രസിഡന്റിനെതിരെ കർശന നടപടികളിലേക്ക് രാജ്യം നീങ്ങുന്നു എന്നതിനെ അടിവരയിടുന്നതാണ് ഏറ്റവും പുതിയ നടപടി. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് യുക്രൈൻ വഴിയുള്ള വാതക ഇന്ധന വിതരണം നിർത്തലാക്കി. റഷ്യൻ വിതരണ കമ്പനിയുമായുള്ള കരാർ അവസാനിക്കുന്നതോടെയാണ് വിതരണം നിർത്തിവെക്കുന്നത്. യൂറോപ്യൻ യൂണിയനും വാതക ഇറക്കുമതിയിൽ കാര്യമായ കുറവ് വരുത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് പ്രകൃതിവാതകം ഉൾപ്പെടെ വൻ വാതക കയറ്റുമതി റഷ്യ നടത്തുന്നുണ്ട്. യുക്രൈൻ വഴിയാണ് വാതക കയറ്റുമതി നടക്കുന്ന ഭീമൻ പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനും റഷ്യയുമായുള്ള കരാർ അവസാനിച്ചതിനെ തുടർന്നാണ് വിതരണം നിർത്തിയത്. വാതക വിതരണം തങ്ങളുടെ അതിർത്തിയിലൂടെ നടത്തുന്നതിനെതിരെ ശക്തമായ നിലപാട് നേരത്തെ തന്നെ യുക്രൈൻ സ്വീകരിച്ചിരുന്നു. തങ്ങളുടെ രക്തം കൊണ്ട് സമ്പാദ്യമുണ്ടാക്കാൻ റഷ്യയെ അനുവദിക്കില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി നേരത്തെ തന്നെ നിലപാടെടുക്കുകയും ചെയ്തു. ചില യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള ഗ്യാസ് ഇറക്കുമതി വൻതോതിൽ കുറവ് വരുത്തുകയും ചെയ്തിരുന്നു. മൊത്തം യൂറോപ്യൻ യൂണിയൻ വാതക ഇറക്കുമതിയുടെ 40% റഷ്യയിൽ നിന്നായിരുന്നു. നിലവിൽ അത് കേവലം 10% ചുരുങ്ങിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ മഹാകുംഭമേള നടക്കാനിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമത്തിനാണ് വേദി ഒരുങ്ങുന്നത്. എന്താണ് കുംഭമേള? കുംഭമേളയുടെ ഐതിഹ്യം എന്ത്? നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് കുംഭമേള? പാലാഴി കടഞ്ഞ് അമൃത് ഉണ്ടാക്കി അമൃതിന് വേണ്ടിയിട്ട് ദേവാസുരന്മാർ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ അമൃത് മറ്റുള്ളവരുടെ കൈകളിൽ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി ഗരുഡൻ അമൃതുമായി പറന്ന് നടന്നു. അപ്പോൾ ഈ പറന്ന് നടക്കുന്നതിൻ്റെ ഇടയിൽ ക്ഷീണം വന്നപ്പോൾ അത് അസുരന്മാരുടെ കയ്യിൽ പെടാതിരിക്കാൻ പുണ്യതീർത്ഥങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് ഗരുഡൻ വിശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു വർഷമാണ്. അപ്പോൾ 12 ദിവസം ദേവാസുര യുദ്ധം നടന്നു എന്നുള്ള കണക്കിലാണ് 12 വർഷം കൂടുമ്പോൾ ഈ സ്ഥലങ്ങളിൽ കുംഭമേള ആചരിക്കുന്നത്. അപ്പോൾ ഈ തീർത്ഥഘട്ടങ്ങളിൽ അമൃതകുംഭം വെച്ചതുകൊണ്ട് ആ തീർത്ഥങ്ങളിൽ ആ കുംഭത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അമൃതിൻ്റെ അംശം കലരുകയും ഈ 12 വർഷം കഴിഞ്ഞ് അതേ മുഹൂർത്തം വരുന്ന സമയത്ത് ആ തീർത്ഥസ്നാനങ്ങളിൽ അമൃതിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ അവിടെ ദേവന്മാരും യക്ഷന്മാരും കിന്നന്മാരും സപ്തർഷികളും അങ്ങനെയുള്ള ദേവലോകത്തെ ഋഷീശ്വരന്മാരും ദേവതകളും എല്ലാം തന്നെ സ്നാനത്തിന് വരും.
ഭാരതത്തിലെ എല്ലാ പരമ്പരകളിലുമുള്ള സന്യാസിമാർ അവിടെ സ്നാനത്തിന് വരും. അതിൻ്റെ ആ പുണ്യത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് എല്ലാ ഭക്തരും, അതായത് ഇപ്പോൾ പ്രയാഗ് കുംഭമേളയിൽ, കഴിഞ്ഞ കുംഭമേളയിൽ സാറ്റലൈറ്റ് ഇമേജറി അനുസരിച്ചിട്ടുള്ള കണക്കനുസരിച്ച് മുഴുവനായിട്ടും ഏകദേശം 14 കോടിയോളം ആളുകൾ പങ്കെടുത്തു എന്നും ഏറ്റവും പുണ്യമായിട്ടുള്ള ഷഹി സ്നാൻ സമയങ്ങളിൽ ഒരു 5 കോടിയോളം ആളുകൾ അവിടെ എത്തിച്ചേർന്നിരുന്നുമാണ് അത് കണക്ക്. അപ്പം അങ്ങനെ കോടിക്കണക്കിന് ഭക്തരും അവിടെ വന്നു ചേരും, ലക്ഷക്കണക്കിന് സന്യാസിമാരും വന്നു ചേരും. ആരൊക്കെ കുംഭമേളയിൽ പങ്കെടുക്കണം? വലിയ തരത്തിലുള്ള ആധ്യാത്മിക അനുഭൂതി പകരുന്ന ഒരു മഹാമേളയാണ് ഒരു കുംഭമേള എന്ന് പറയുന്നത്. അപ്പോൾ ആ കുംഭമേളയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഭാരതത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന, ഭാരതത്തിൻ്റെ സംസ്കൃതി അറിയാൻ ആഗ്രഹിക്കുന്ന, ഭാരതത്തിൻ്റെ ആധ്യാത്മിക പാരമ്പര്യം അറിയാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും വളരെ ഒരുപക്ഷെ ജീവിതത്തിലെ ഒരു തവണ മാത്രം കിട്ടാവുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ്. അപ്പോൾ അതിന് കഴിയുന്നത്ര ആളുകൾ എത്തിച്ചേരുന്നതാണ് എത്തിച്ചേരണം എന്നുള്ളതാണ് ഒരു ഭക്തരായിട്ടുള്ള ആളുകളും വിശ്വാസികളായിട്ടുള്ള ആളുകളും എല്ലാം കരുതിപ്പോകും. കുംഭമേളയോടനുബന്ധിച്ച് ജനം TV പ്രയാഗ്രാജിൽ പ്രത്യേക ബ്യൂറോ സജ്ജീകരിക്കുന്നു. ആധ്യാത്മികതയുടെ അനുഭൂതി ഭക്തരിലെത്തിക്കാൻ ജനം TV ഒരുങ്ങിക്കഴിഞ്ഞു. ജനം, ഡൽഹി. ആകാശം നിറയെ കരിമരുന്നിൻ്റെ വർണ്ണവിസ്മയങ്ങൾ നിറച്ച് UAE പുതുവർഷത്തെ വരവേറ്റു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ആഘോഷ പരിപാടികളാണ് രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിലായി ഒരുക്കിയിരുന്നത്. UAEയിൽ പുതുവത്സരാഘോഷത്തിന് പിറന്നത് പുതിയ ഗിന്നസ് റെക്കോർഡുകളാണ്. ഷിൻ സെബാസ്റ്റ്യൻ്റെ റിപ്പോർട്ടിലേക്ക്. ലോകത്തിൽ ഏറ്റവും മനോഹരമായി പുതുവത്സരം ആഘോഷിച്ച രാജ്യങ്ങൾ ഒന്നായി മാറി UAE. ഗിന്നസ് റെക്കോർഡ് കരിമരുന്ന് പ്രകടനങ്ങൾ ഒരുക്കിയാണ് UAE പുതുവർഷത്തെ സ്വാഗതം ചെയ്തത്. അബുദാബി ആൽബത്ബയിലെ ഷെയ്ഖ് സാദ് ഫെസ്റ്റിവലിൽ 53 മിനിറ്റ് നീളുന്ന കരിമരുന്ന് പ്രകടനമാണ് അരങ്ങേറിയത്. ഇതോടൊപ്പം 6000 ഡ്രോണുകളും ദൃശ്യവിസ്മയം തീർത്തു. ദുബായ് ബുർജ് ഖലീഫയടക്കം 36 ഇടങ്ങളിലാണ് വെടിക്കെട്ട് നടന്നത്. ഷാർജയിൽ 25 മിനിറ്റ് നീളുന്ന വെടിക്കെട്ട് ദൃശ്യവിസ്മയം തീർത്തു. റാസൽ ഖൈമ അൽമർജാൻ ഐലൻഡിൽ 4.7 കിലോമീറ്റർ നീളത്തിൽ 15 മിനിറ്റ് നീണ്ടുനിന്ന വെടിക്കെട്ട് ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചു. റെക്കോർഡ് പ്രകടനം കാണാൻ അൽമർജാൻ ഐലൻഡിലേക്ക് 10,000-ങ്ങളാണ് ഒഴുകിയെത്തിയത്. ഹസ്ബൻഡിന്റെ അടുത്തേക്ക് ഇവിടെ വന്നതാ. അപ്പോൾ ന്യൂ ഇയർ അടിപൊളിയായി. ഈ വർഷത്തെ നല്ല ഇതുവരെ കാണാതെ ഒരു വെടിക്കെട്ടായിരുന്നു. നാട്ടിൽ പോലും ഞാൻ ഇത്ര നല്ലൊരു അടിപൊളി വെടിക്കെട്ട് കണ്ടിട്ടില്ല. അടിപൊളിയായിരുന്നു, പൊളി വൈബാണ്. എന്തായാലും ന്യൂ ഇയർ അടിപൊളിയായി ഈ വർഷത്തെ. പുതുവത്സരം ആഘോഷിക്കാൻ പൊതുജനങ്ങൾക്കായി പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് UAE. ഏറ്റവും മനോഹരമായി തന്നെ പുതുവത്സരം ആഘോഷിക്കാനാണ് രാജ്യത്തിന്റെ തീരുമാനം. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് റാസൽ ഖൈമയിലെ അൽമർജാൻ ഐലൻഡിൽ നിന്ന് രഞ്ജിത്ത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം. പുതുവർഷ സമ്മാനമായി കേരളത്തിലേക്ക് എത്തുന്നത് 20 കോച്ചുള്ള വന്ദേ ഭാരത്. 16 കോച്ചുള്ള തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിൻ്റെ സ്ഥാനത്ത് റെയിൽവേ നൽകുന്നത് 20 കോച്ചുള്ള പുതിയ ട്രെയിനാണ്. കേരളത്തിൽ വന്ദേ ഭാരതിന് ജനപ്രീതിയും യാത്രക്കാരും വർദ്ധിച്ചതോടെയാണ് മലയാളികൾക്കുള്ള കേന്ദ്രത്തിൻ്റെ ഈ പുതുവർഷ സമ്മാനം. കേരളത്തിന് പുതുവർഷ സമ്മാനമായി കേന്ദ്രം 20 കോച്ചുള്ള വന്ദേ ഭാരത് അനുവദിച്ചിരിക്കുകയാണ്. 16 കോച്ചുള്ള തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിന്റെ സ്ഥാനത്താണ്
20 കോച്ചുകളുള്ള പുതിയ ട്രെയിൻ പ്രഖ്യാപിച്ചത്. ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ ഏറ്റവും ജനപ്രിയ സർവീസായി മാറിയ ട്രെയിനാണ് വന്ദേ ഭാരത്. കേരളത്തിൽ വന്ദേ ഭാരത് പരിചയപ്പെടുത്തിയ വെള്ളയും നീലയും നിറത്തിലുള്ള വണ്ടി കളം വിടുകയാണ്. മടക്കം പുതിയ താരത്തിന്റെ വരവിന് വഴിയൊരുക്കിയും. തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിലെ വന്ദേ ഭാരതിന് പകരക്കാരനായി വരുന്നത് ചില്ലറക്കാരനല്ല. നിലവിലെ വന്ദേ ഭാരതിൽ 16 കോച്ചുകളാണ് ഉള്ളത്. പുതിയ ട്രെയിനിൽ 20 കോച്ചുകളും ഉണ്ടാകും. നിലവിലെ ട്രെയിൻ തൽക്കാലം ദക്ഷിണ റെയിൽവേയുടെ കൈവശം തന്നെ ഉണ്ടാകും. ഏത് റൂട്ടിലേക്ക് മാറ്റുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ആലപ്പുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന 8 കോച്ചുകളുള്ള വന്ദേ ഭാരതിന് പകരമായി ഈ ട്രെയിൻ ഓടിക്കണമെന്ന ആവശ്യവും യാത്രക്കാർക്കുണ്ട്. ആലപ്പുഴ വഴിയുള്ള സർവീസും എല്ലാ ദിവസവും നിറഞ്ഞോടുകയാണ്. ട്രെയിൻ യാത്രക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കുകയാണ് പുതുവർഷ ദിനത്തിൽ കേന്ദ്ര സർക്കാർ. ജനം, തിരുവനന്തപുരം. അതേസമയം സംസ്ഥാനത്ത് പുതുവർഷത്തിൽ പൊതുജനത്തിന് ഇരുട്ടടിയാണ്. വൈദ്യുതി നിരക്ക് കൂട്ടിയിട്ടും സർചാർജ് കൂട്ടാൻ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനമെടുത്തു. ജനുവരി മുതൽ യൂണിറ്റിന് 10 പൈസ നൽകണം. നിലവിൽ 10 പൈസ നൽകി വന്നത് വർദ്ധിപ്പിച്ചത് ഏപ്രിൽ മുതൽ ജൂലൈ വരെ വൈദ്യുതി വാങ്ങിയ അധിക ചെലവ് നൽകാനാണെന്നാണ് വിശദീകരണം. വൈദ്യുതി നിരക്ക് കൂട്ടിയിട്ടും സർചാർജ് ഈടാക്കാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരിക്കുകയാണ്. ജനുവരി മാസം യൂണിറ്റിന് 9 പൈസ വെച്ച് സർചാർജ് ഈടാക്കാം. യൂണിറ്റിന് 17 പൈസയായിരുന്നു KSEB ആവശ്യപ്പെട്ടിരുന്നത്. 2024 ഏപ്രിൽ മുതൽ ജൂലൈ വരെ വൈദ്യുതി വാങ്ങിയതിലെ ബാധ്യത തീർക്കാനാണ് സർചാർജ് ഈടാക്കുന്നത്. ജനുവരിയിൽ സ്വന്തം നിലയിൽ യൂണിറ്റിന് 10 പൈസ വെച്ച് ഈടാക്കാൻ KSEB തീരുമാനിച്ചിരുന്നു. നവംബർ മാസം വൈദ്യുതി വാങ്ങിയതിലെ 17.79 കോടി രൂപ പിരിച്ചെടുക്കാനാണ് ഇതെന്നാണ് വിശദീകരണം. അതുവഴി ജനുവരി മാസം സർചാർജായി മൊത്തം പിരിക്കുക യൂണിറ്റിന് 19 പൈസ വരെയാകും. വൈദ്യുതി നിരക്ക് യൂണിറ്റിന് 16 പൈസയും വർദ്ധിപ്പിച്ചിരുന്നു. BPL വിഭാഗത്തിൽപ്പെട്ടവർക്കുൾപ്പെടെ നിരക്ക് വർധന ബാധകമാക്കിയാണ് ഡിസംബർ ആദ്യം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നത്. യൂണിറ്റിന് 34 പൈസ വീതം വർദ്ധിപ്പിക്കണമെന്നായിരുന്നു KSEB ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 10 പൈസയുടെയും 20 പൈസയുടെയും ഇടയിൽ വർധനവ് വരുത്തിയാൽ മതിയെന്നായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനം. അടുത്ത വർഷം യൂണിറ്റിന് 12 പൈസ വീതം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതിനിടെയാണ് സർചാർജ് ഈടാക്കാനുള്ള റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം. ഏറെ വിവാദമായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്ന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ABVP. അന്വേഷണത്തിലെ അനാസ്ഥ ആരോപണ വിധേയരെ സംരക്ഷിക്കാനാണെന്ന് ABVP ആരോപിച്ചു. അന്വേഷണം ഇങ്ങനെ പ്രഹസനമായി മുൻപോട്ട് പോയാൽ ABVP ശക്തമായ സമരം തുടങ്ങുമെന്നും നേതാക്കൾ അറിയിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഒന്നാകെ സംശയത്തിന് നിഴൽ നിർത്തിയ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ അന്വേഷണം അനന്തമായി നീളുകയാണ്. കൃത്യമായ തെളിവുണ്ടായിട്ടും കുറ്റക്കാരിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കഴിയാത്തത് ഏറെ ദുരൂഹമാണ്. ചോദ്യപേപ്പർ ചോർത്തിയവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ അവസരവും അധികൃതർ തന്നെ ഒരുക്കുന്നുവെന്ന് ഇതിലൂടെ വ്യക്തം. അന്വേഷണം നീണ്ടുപോകുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി ABVP രംഗത്തെത്തി. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്ര ഗൗരവമുള്ള ഒരു വിഷയം നടന്നിട്ട് നാളിതുവരെയായിട്ടും ഈ ചോദ്യപേപ്പർ ചോർന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാത്തതോ അല്ലെങ്കിൽ അവരിൽ എത്താത്തതോ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പല ഉന്നതരായിട്ടുള്ള ആളുകളും ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനിയും ശരിയായ ദിശയിൽ അന്വേഷണം നടത്തിയില്ല എങ്കിൽ ശക്തമായ സമരം ആരംഭിക്കാനാണ് ABVPയുടെ തീരുമാനം. കോടതി ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ വിമർശിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇത് തെളിവാക്കുന്നത് കൊടുവള്ളിയിലെ ഷുഹൈബ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് CPMൻ്റെ പല ഉന്നതരുമായിട്ട് വലിയ തരത്തിലുള്ള ബന്ധമുണ്ട്. അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് ഈ ക്രൈംബ്രാഞ്ചും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും തീരുമാനമെങ്കിൽ ഈ കുറ്റക്കാർക്കെതിരെ അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് ABVP മുന്നോട്ട് പോകുന്നതാണ്. വിഷയത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കഴിഞ്ഞ ദിവസം കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി രംഗത്തെത്തിയിരുന്നു. സർക്കാരാണ് ചോദ്യപേപ്പറിന്റെ കസ്റ്റോഡിയൻ. ഉദ്യോഗസ്ഥരെ ആരും പ്രതി ചേർത്തിട്ടില്ലല്ലോ എന്നും കോടതി ചോദിച്ചിരുന്നു. കേസിൽ ആരോപണ വിധേയനായ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ഈ വിമർശനം. ജനം, കോഴിക്കോട്. പാലക്കാട് പനയമ്പാടത്ത് റോഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ മന്ത്രിസഭായോഗം ഇന്ന് ചർച്ച ചെയ്യും. റോഡിൽ എന്തെല്ലാം നടപടികൾ കൈക്കൊള്ളണമെന്നതിൻ്റെ രൂപരേഖ ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയതിന് പിന്നാലെയാണ് മന്ത്രിസഭായോഗം വിഷയം ചർച്ച ചെയ്യുന്നത്.
4 വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ പാലക്കാട് പനയമ്പാടത്തെ അപകട മേഖലയിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. നേരത്തെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ചർച്ച നടന്നിരുന്നു. പനയമ്പാടത്ത് സ്ഥിരമായി ഡിവൈഡർ സ്ഥാപിക്കുന്നതുൾപ്പെടെ തീരുമാനങ്ങൾ അന്ന് കൈക്കൊള്ളുകയും ചെയ്തതാണ്. മാത്രമല്ല ദേശീയപാത അതോറിറ്റിക്ക് റോഡിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്നത് സംബന്ധിച്ച് രൂപരേഖ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് മന്ത്രിസഭായോഗം വിഷയം വീണ്ടും ചർച്ച ചെയ്യുന്നത്. ദേശീയപാത അതോറിറ്റി എന്തെല്ലാം നടപടികൾ ആരംഭിച്ചു, അപകടത്തിന് പിന്നാലെ റോഡ് പരുക്കനാക്കി മാറ്റിയത്, താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ചത്, പോലീസുകാരെ റോഡിൽ വിന്യസിച്ചത് ഉൾപ്പെടെയുള്ള നടപടികൾ എത്രമാത്രം ഫലപ്രദമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. പ്രദേശത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് എതിർദിശയിലേക്ക് മാറ്റൽ, കൂടുതൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. നേരത്തെ IIT ഉൾപ്പെടെ റോഡിൽ അപകടങ്ങൾ ഉണ്ടാവുന്നത് സംബന്ധിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുള്ളതിനാൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമില്ല എന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. അതേസമയം ഇനി അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് ശാശ്വതമായ പരിഹാരം വേണം എന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. മാത്രമല്ല സർക്കാർ കൈക്കൊള്ളുന്ന ഓരോ നടപടികളും കൃത്യമായി അറിയിക്കാമെന്ന് പറഞ്ഞ വാക്ക് പാലിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ജനം, പാലക്കാട്. കോഴിക്കോട് സരോവരം ട്രേഡ് സെന്ററിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ. സ്റ്റോപ്പ് മെമ്മോ നൽകിയ ശേഷവും ട്രേഡ് സെന്ററിൽ പരിപാടി നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. PPR ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി അറിയിച്ചു. വിവരങ്ങളുമായി ഗോകുൽ K വേണുഗോപാലൊപ്പം ചേർന്നു. ഗോകുൽ, വിശദാംശങ്ങൾ. ഈ കോഴിക്കോട് സരോവരം തണ്ണീർത്തടത്തിനടുത്തുള്ള കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ പുതുവത്സര പരിപാടി നടത്തുന്നതിന് കോർപ്പറേഷൻ അനുമതി നിഷേധിച്ചിരുന്നു. അതായത് തണ്ണീർത്തടത്തോട് ചേർന്ന ഭൂമിയിലാണ് ഈ ട്രേഡ് സെന്റർ നിലനിൽക്കുന്നത് എന്നും ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് തണ്ണീർത്തടം നികത്തിയാണ് ഈ കെട്ടിടം സ്ഥാപിച്ചതെന്നുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ വരുന്ന സാഹചര്യത്തിലാണ് ട്രേഡ് സെന്ററിൽ പരിപാടി നടത്തുന്നതിന് കോർപ്പറേഷൻ അനുമതി നിഷേധിച്ചത്. അതിനെതിരെ സംഘാടകർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടികൾ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഹൈക്കോടതി ഉത്തരവിലെ ചില കാര്യങ്ങൾ മാനിക്കാതെയാണ് ഈ സംഘാടകർ പരിപാടി നടത്തിയത് എന്നാണ് കോർപ്പറേഷന്റെ ഭാഗം. അതായത് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ശരിയല്ലെങ്കിൽ പരിപാടി നടത്താമെന്ന രീതിയിലുള്ള കോടതി വിധിയെ തെറ്റായി വ്യാഖ്യാനിച്ച് കോർപ്പറേഷന്റെ നടപടിയെ സ്റ്റേ ചെയ്തു എന്ന രീതിയിൽ പരിഗണിച്ചിട്ടാണ് ഈ ട്രേഡ് സെന്ററിൽ പരിപാടി നടത്തിയത് എന്ന് കോർപ്പറേഷൻ പറയുന്നു. അതിനാൽ തന്നെ കർശനമായ നിയമ നടപടിയുമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്നാണ് ഈ കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ കൈക്കൊള്ളുമെന്നും കോർപ്പറേഷൻ സെക്രട്ടറി ബിനി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃഷ്ണരാജ്. കോഴിക്കോട് ചേളന്നൂർ പോഴിക്കാവിൽ നിയമം ലംഘിച്ച് കുന്നിടിച്ച് മണ്ണെടുത്തതിൽ വൻ ജനകീയ പ്രതിഷേധം ഉയർന്നിട്ടും പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാതെ സ്ഥലം MLAയും മന്ത്രിയുമായ AK ശശീന്ദ്രൻ. അശാസ്ത്രീയമായി കുന്നിടിച്ച് മണ്ണെടുത്തതോടെ പ്രദേശത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമായെന്നും പൊടിശല്യം കാരണം രോഗങ്ങൾ പിടിപെടുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. നൂറുകണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണ് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് കുന്നിടിച്ചു മണ്ണെടുത്തത്. ഇതിനെതിരെ പ്രദേശത്ത് വൻ ജനകീയ പ്രതിഷേധമാണ് ഉയർന്നത്. മണ്ണെടുക്കാനായി എത്തിയ ലോറി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞിരുന്നു. പോലീസ് സമരക്കാരെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. എന്നാൽ പ്രദേശത്ത് ജനകീയ പ്രതിഷേധമുയർന്നിട്ടും പ്രദേശത്തേക്ക് വരാൻ സ്ഥലം MLAയും മന്ത്രിയുമായ AK ശശീന്ദ്രൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. പ്രദേശത്ത് നിന്ന് മണ്ണെടുക്കുന്നതിനായി കരാർ ഏറ്റെടുത്തിരിക്കുന്ന വാഗാഡ് എന്ന കമ്പനിയാണ്. ആദ്യഘട്ടത്തിൽ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് കമ്പനി മണ്ണെടുത്തതെങ്കിൽ പിന്നീട് എല്ലാ നിയമങ്ങളും ലംഘിക്കപ്പെട്ടു. അതോടെയാണ് പ്രതിഷേധമുയർന്നത്. കുന്നിടിച്ചതോടെ ജലക്ഷാമം രൂക്ഷമായെന്നും പൊടിശല്യം കാരണം കുട്ടികൾക്കടക്കം അസുഖം പിടിപെട്ടെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളെ ജീവിത പ്രശ്നം തന്നെയാണിത്. ഒന്നാമത്തത് കുടിവെള്ളത്തിന്റെ പ്രശ്നം. കിണറുകളെല്ലാം വെള്ളം ഇറങ്ങിപ്പോയി. ഇനിയിപ്പോൾ ഈ മാസം കഴിയുമ്പോഴേക്കും ഞങ്ങൾ വെള്ളത്തിന് വണ്ടികളെ കാത്തു നിൽക്കേണ്ടി വരും, പഞ്ചായത്ത് കൊണ്ടുവരുന്ന വെള്ളത്തിന്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര വെള്ളം കലങ്ങി മറിഞ്ഞിട്ടൊക്കെയാണ്. വെള്ളം കോരുമ്പോൾ കിട്ടുന്നത് ടാങ്കിലൊക്കെ അടിക്കുകയാണെങ്കിൽ ടാങ്കിലൊക്കെ ഫുള്ള് മണ്ണ് നിറയുകയാണ്. ശേഷം പിന്നെ ഞങ്ങൾ ആരോഗ്യ പ്രശ്നം, എല്ലാവർക്കും അസുഖമാണ്. ആസ്മേൻ്റെ തകരാറായിട്ട് എല്ലാവരും ഹെൽത്ത് സെൻ്റർ ആയിട്ട് കഴിയുന്ന ആളുകളാണ്. പിന്നെ റോഡ് ഞങ്ങൾക്ക് ഭയങ്കര യാത്രാ പ്രശ്നമാണ്. ഈ റോഡിന്റെ പണി തുടങ്ങിയിട്ട് എത്ര കാലമായിന്നറിയോ?
ജിയോളജി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും തഹസിൽദാരും നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയമായാണ് മണ്ണെടുപ്പ് നടത്തിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി മണ്ണെടുപ്പ് നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ ഹൈക്കോടതി നിർദ്ദേശിച്ച എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ മണ്ണെടുക്കാൻ അനുവദിക്കൂ എന്ന നിലപാടിലാണ് പ്രദേശത്തെ നാട്ടുകാർ. ജനം, കോഴിക്കോട്. ദേശീയ അധ്യാപക പരിഷത്താണ് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മീഡിയ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത്. BJP തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ VV രാജേഷാണ് മീഡിയ കമ്മിറ്റിയുടെ ചെയർമാൻ. മീഡിയ പവലിയനുകളുടെ നറുക്കെടുപ്പ് ഇന്ന് നടക്കും. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിവരങ്ങളും വിശേഷങ്ങളും യഥാസമയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ് കലോത്സവത്തിന്റെ മീഡിയ കമ്മിറ്റി. ദേശീയ അധ്യാപക പരിഷത്തിന്റെ പ്രവർത്തകരാണ് മീഡിയ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. ഏഷ്യയിൽ തന്നെ കുട്ടികളുടെ ഏറ്റവും വലിയ യുവജനോത്സവത്തിൽ ദേശീയ അധ്യാപക പരിഷത്ത് ഏറ്റെടുത്തിരിക്കുന്നത് മീഡിയ കമ്മിറ്റിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പങ്കെന്ന് പറയുന്നത് ഈ ഒരു കമ്മിറ്റിക്കാണ്. അത് മാധ്യമങ്ങളുടെ, മീഡിയകളുടെ ഒരു ശ്രദ്ധയാണ്, ഒരു അറ്റൻഷനാണ്. ഇതിനെ ഏറ്റവും കൂടുതൽ ജാഗരൂകമായി കാര്യക്ഷമമായിട്ട് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ അറ്റൻഷൻ എന്ന് പറയുന്നത് മീഡിയയുടെ ഇടപെടലുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മിറ്റിക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും കൗൺസിലറുമായ VV രാജേഷാണ് മീഡിയ കമ്മിറ്റിയുടെ ചെയർമാൻ. കലോത്സവത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വലിയൊരു സ്ഥലത്ത് മീഡിയയുടെ പവലിയനുകൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. 38 അക്രഡിറ്റഡ് മീഡിയകൾക്കും 50ഓളം വരുന്ന എംപാനൽഡ് മീഡിയകൾക്കും നമ്മൾ പാസ് കൊടുക്കുന്നതാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് 2:30 നറുക്കെടുപ്പിൽ നമ്മുടെ മീഡിയ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ VV രാജേഷ് പങ്കെടുക്കുന്നതാണ്. PRDയുടെ സഹായത്തോടുകൂടി മീഡിയയുടെ എല്ലാ പ്രവർത്തനവും ഏകോപിപ്പിക്കുന്നതാണ്. കലോത്സവ ദിവസങ്ങളിൽ എല്ലാ വേദികളിലും മീഡിയ കമ്മിറ്റിയുടെ പ്രവർത്തകർ സജീവ സാന്നിധ്യമാകും. കലോത്സവത്തിന്റെ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലെ മീഡിയ പവലിയനുകളുടെ നറുക്കെടുപ്പും ഇന്ന് നടക്കും. ജനം, തിരുവനന്തപുരം. ഒരേ നമ്പറിൽ സംസ്ഥാനത്ത് 2 വാഹനങ്ങൾ സർവീസ് നടത്തുന്നതോടെ വെട്ടിലായി യഥാർത്ഥ ഉടമ. ഗതാഗത നിയമലംഘനത്തിന്റെ പിഴയടക്കേണ്ട നോട്ടീസ് വീട്ടിലെത്തിയപ്പോഴാണ് യഥാർത്ഥ ഉടമ സത്യമറിയുന്നത്. പോലീസിനും RTOയ്ക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ഉടമ ജനം TVയോട് പറഞ്ഞു. തിരുവനന്തപുരത്തെ BJP സംസ്ഥാന സമിതി അംഗം പാലോട് സന്തോഷിനാണ് തന്റെ വാഹന നമ്പറിൽ പിഴ അടയ്ക്കേണ്ട നോട്ടീസ് ലഭിച്ചത്. നോട്ടീസ് ലഭിച്ചെങ്കിലും നിയമലംഘനമല്ലാത്തതിനാൽ ആദ്യം കാര്യം മനസ്സിലായിരുന്നില്ല. പാലോട് സന്തോഷിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്ന KL 05AW 3973 നമ്പറിലുള്ള ഇന്നോവ കാറിനാണ് സെപ്റ്റംബർ മാസം 22-ാം തീയതി സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല എന്ന കാരണം കാണിച്ചുകൊണ്ട് MVD നോട്ടീസ് അയച്ചത്. എന്നാൽ അന്ന് സന്തോഷ് അത് വലിയ കാര്യമായി എടുത്തിരുന്നില്ല. ശേഷം പല സ്ഥലങ്ങളിൽ നിന്നായി പിഴ ചുമത്തിക്കൊണ്ടുള്ള നോട്ടീസ് ലഭിച്ചതും കാറിന്റെ നിറത്തിലുള്ള വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടതിന്റെയും അടിസ്ഥാനത്തിലാണ് RDOയ്ക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയത്. ഇത് പലരും ശ്രദ്ധിക്കാറില്ല. പെറ്റി വരുമ്പോൾ പെറ്റി അങ്ങ് അടയ്ക്കും. അപ്പോൾ എത്രമാത്രമാണ് ഇങ്ങനെ വ്യാജമായി ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പേരിലുള്ള വണ്ടി വ്യാജമായിട്ട് അവർ കൊണ്ടുവന്ന് വേറെ എന്തെങ്കിലും മോഷണമോ വേറെ എന്തെങ്കിലും കള്ളക്കടത്തോ വേറെ എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ആരാ? ഞാനായില്ലേ? അപ്പോൾ ഇത് പരിശോധിക്കാതെ എത്രയോ വ്യാജന്മാർ ഇവിടെ ഓടുന്നുണ്ടാവും. അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കുറെ കൂടി സജീവമായിട്ട് പരിശോധനയൊക്കെ സ്ട്രോങ് ആക്കുന്നെന്ന് മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ സ്ട്രോങ് ആക്കിയിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വ്യാജന്മാരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ നമ്പർ പ്ലേറ്റ് കാരണം നിരവധി തവണ പിഴയടക്കേണ്ടി വരുന്ന ദുരവസ്ഥയിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് വാഹന ഉടമകൾ. പുതിയ ആധുനിക സോഫ്റ്റ്വെയറുകൾ നിലവിൽ കൊണ്ടുവരുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നതെങ്കിലും ഇത്തരം തെറ്റ് സംഭവിക്കുകയാണ്. ഇതുപോലുള്ള നിരവധി കേസുകളാണ് സംസ്ഥാനത്തും പുറത്തുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത്തരം പിഴ നോട്ടീസുകൾ ലഭിക്കുന്ന നിരവധി പേർ ഇനിയുമുണ്ട്. പിന്നിൽ പ്രവർത്തിക്കുന്നത് വൻകിട റാക്കറ്റുകളാണെന്ന ആരോപണവും ശക്തമാണ്. ജനം, തിരുവനന്തപുരം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.